സേവ് കോൺഗ്രസ് എന്ന പേരിൽ എറണാകുളം ആലുവയിൽ KPCC നേതൃമാറ്റത്തിനെതിരെ വ്യാപക പോസ്റ്റർ. ഫോട്ടോ കണ്ടാൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടതെന്നാണ് പോസ്റ്ററുകളിൽ പറയുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണുവും ഈ രണ്ട് പോസ്റ്ററുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടോ? ഒരു ക്യാമ്പയിൻ പോലെ ദൊട്ടിച്ചവർ ഏറ്റെടുക്കുന്നുണ്ടോ വിഷ്ണു? കാശ്മീർ പലയിടങ്ങളിലും ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും അതോടൊപ്പം തന്നെ അതിന് പിന്നാലെ കളമശ്ശേരിയിലും കമ്പനിപ്പടിയിലും ഒക്കെയാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പോസ്റ്ററിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഫോട്ടോയിൽ പോലും കണ്ടാൽ പ്രവർത്തകർക്ക് തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിനെയും പോലുള്ള ആളുകളല്ല KPCC നേതൃത്വത്തെ നയിക്കേണ്ടത് എന്നുള്ളതാണ് പോസ്റ്ററിലെ കണ്ടന്റ്. കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഫോട്ടോയിൽ കണ്ടാൽ തിരിച്ചറിയുന്ന പ്രവർത്തകർ തിരിച്ചറിയുന്ന ആരെങ്കിലുമൊക്കെ നേതൃനിരയിലേക്ക് വരണമെന്നാണ്. പേരാരുടെയും പരാമർശിച്ചില്ല എങ്കിൽ പോലും ഇതിൽ ഒരുപടി കൂടി കടന്ന് രണ്ട് പേരുകൾ കൂടി പരാമർശിച്ചാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നേരത്തെയും കോൺഗ്രസിന്റെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ പോസ്റ്റർ വിവാദം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും നേതൃമാറ്റ ചർച്ചകൾ ഉടലെടുക്കുന്ന ഘട്ടത്തിൽ ആലുവയിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ, ജില്ലയിൽ തന്നെ ഏറ്റവും ശക്തമായ ഒരിടമാണ് ആലുവ, അവിടെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തമൊന്നും ആരും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. DCC അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പോസ്റ്റർ ഇപ്പോഴും അവിടെ ഉണ്ട്. ഹാഷ്മി. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇതുപോലെ മുഖം കണ്ടാൽ പോലും തിരിച്ചറിയാത്ത ആൾക്കാരെ KPCC അധ്യക്ഷന്മാരാക്കരുത് എന്നാണ് ആ പോസ്റ്ററിൽ പറയുന്നത്. കോൺഗ്രസിൽ അത്തരം പോസ്റ്ററുകളൊന്നും പുതിയ കാര്യമൊന്നുമല്ല. എങ്കിൽ കൂടിയും KPCC അധ്യക്ഷൻ കെ സുധാകരൻ മാറുകയാണെങ്കിൽ ആരാണ് പുതിയ അധ്യക്ഷൻ എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ട്.